ആസന്നമായ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളും വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം ശ്രീരാമചന്ദ്രനും ശ്രീകൃഷ്ണനും തമ്മിലായിരിക്കും. കാരണം യഥാർത്ഥത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന പോരാട്ടം ഫാഷിസവും ആൻറ്റി ഫാഷിസവും തമ്മിലാണ് എന്നിരിക്കലും അത് BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് എന്ന് നമ്മളെല്ലാം വിലയിരുത്തുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദാനിയും അതുപോലെ അദാനി അല്ലാത്തവരും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് എന്നതിൽ സംശയമില്ല. കാരണം നിലവിലുള്ള ഭരണകൂടത്തെ നയിക്കുന്നതും ഗവൺമെൻറ്റിനെ നയിക്കുന്നതും അതിനുള്ള സകല പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നതും അദാനി ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ അതുപോലുള്ള കുത്തക മുതലാളിമാരാണ്, ലോക സമ്പന്നരാണ് ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയെ ഭരിക്കുന്ന പാർട്ടികളെ കൈയാളിക്കൊണ്ടിരിക്കുന്നതും. അവിടെ ഇന്നലെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ 42 സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഒരു സീറ്റ് ശ്രദ്ധേയമാവുകയാണ്. ആ സീറ്റിൻ്റെ കൃഷ്ണനഗർ എന്നാണ് ആ മണ്ഡലത്തിൻ്റെ പേര്. അവിടെ മഹുവ മൊയ്ത്ര തന്നെ മത്സരിക്കാൻ വരുന്നു. തൃണമൂൽ കോൺഗ്രസ് മഹുവ മൊയ്ത്രയെ കൈവിട്ടില്ല, അവർ വീണ്ടും മത്സരിക്കുന്നു. നേരത്തെ 63,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിട്ടുള്ള മഹുവ മൊയ്ത്ര പാർലമെൻറ്റിൽ വന്നപ്പോൾ കൃഷ്ണനഗർ എന്ന് പറയുന്ന തൻ്റെ ഒരു മണ്ഡലത്തിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങളല്ല ലോക്സഭയിൽ ഉന്നയിച്ചത്. ലോക്സഭയിൽ ഉന്നയിച്ചത് ഇന്ത്യയുടെ പ്രശ്നങ്ങളാണ്. ഇന്ത്യൻ മതേതരത്വവും ഇന്ത്യൻ ജനാധിപത്യവും നേരിടുന്ന പ്രശ്നങ്ങളെ യഥാവിധി പഠിച്ച് കൈകാര്യം ചെയ്ത് ആഗോള തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടും വിധം അവരുടെ പ്രസംഗങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൗതം അദാനിക്കും തോന്നിയത് ഈ മഹുവ മൊയ്ത്രയെ അങ്ങനെ വിട്ടാൽ ശരിയാവുകയില്ല. അങ്ങനെ മഹുവ മൊയ്ത്രക്കെതിരെ കള്ളക്കേസുണ്ടാക്കുന്നു. ഇന്ന് വരെ യാതൊരു തെളിവും സമർപ്പിക്കാൻ പറ്റിയിട്ടില്ലാത്ത കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു. പാർലമെൻറ്റിൽ നിന്നും അവരെ പുറത്താക്കുന്നു. ലോക്സഭ അംഗത്വം റദ്ദാക്കുന്നിടം വരെയുള്ള യുദ്ധം നയിച്ചുകൊണ്ടിരുന്നത് ഗൗതം അദാനി തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭയിൽ അദാനിക്ക് വേണ്ടി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ, പ്രത്യേകിച്ച് ഒരു ചൈനീസ് പൗരനുമായി ഉണ്ടാക്കിയിട്ടുള്ള 20,000 കോടി രൂപയുടെ ഇടപാടുകൾ, അതുപോലെ തന്നെ വെറും 45 മില്യൺ ടൺ ഗ്യാസ് ശേഖരിക്കാൻ കഴിയുന്ന ഒഡീഷയിലെ ദമ്ര തുറമുഖം, ആ തുറമുഖത്തിന് ആയിട്ട് 45,000 കോടിയുടെ ടെൻഡർ വാങ്ങിയെടുത്തത്. ഇങ്ങനെ തുടങ്ങി ഇന്ത്യ മുച്ചൂടും. ഇന്ത്യ ഒന്നാകെ എവിടെയൊക്കെ എന്തൊക്കെ പദ്ധതികളുണ്ടോ ആ പദ്ധതികളുടെയൊക്കെ പേരിൽ 1000 കോടികളല്ല, 10,000 കോടികളല്ല, ലക്ഷക്കണക്കിന് കോടികൾ വാങ്ങിയെടുത്തിട്ടുള്ള അദാനിയുടെ കണക്കുകൾ, അദാനിയുടെ അഴിമതിയുടെ കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരികയാണ് മഹുവ മൊയ്ത്ര ചെയ്തിരുന്നത്. ഇങ്ങനെ പാർലമെൻറ്റുകൾ ചർച്ചകൾ വന്നപ്പോൾ പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ കൈക്കൂലി വാങ്ങി, പണം വാങ്ങി എന്നൊരാരോപണം, ക്യാഷ് ഓൺ കൊറി, അത് സൃഷ്ടിക്കുകയും ആ ആരോപണത്തിന് തെളിവില്ലാതിരുന്നിട്ടും അവരെ പിടിച്ച് പുറത്താക്കുകയും ഒക്കെ ചെയ്ത പാർലമെൻറ്റിൻ്റെ സമിതി അങ്ങനെ പുറത്തു പോവേണ്ടി വന്നിട്ടുള്ള മഹുവ മൊയ്ത്ര വീണ്ടും മത്സരിക്കുകയാണ്. ഇനി എങ്ങനെ കൃഷ്ണനഗറിൽ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടുവരുന്ന പടയാളികൾക്കെതിരെ മഹുവ മൊയ്ത്ര ബാലറ്റ് യുദ്ധം നടത്തും എന്നതാണ് കാണാനിരിക്കുന്നത്. അവിടെ ആ ഗ്രൗണ്ടിൽ എങ്ങനെ അദാനി മഹുവ മൊയ്ത്രയെ പരാജയപ്പെടുത്തും എന്നതാണ് ഇനിയത്തെ ചോദ്യം. ഇനിയത്തെ പാർലമെന്റിൽ ഉന്നയിക്കപ്പെടാത്ത ചോദ്യം അതാണ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മനസ്സിലെ വികാരങ്ങൾ ഡയമണ്ടിനൊപ്പം പറയൂ. മലബാറിലേക്ക് വരും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.